വഖഫ് ഭേദഗതി ബില്ലിനെതിരെ തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് പ്രമേയം അവതരിപ്പിച്ചത്. കേന്ദ്ര നീക്കം മുസ്ലിം വികാരങ്ങളെ ഹനിക്കുന്നതാണെന്ന് എം.കെ. സ്റ്റാലിൻ പറഞ്ഞു. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഈ ബില്ലിനെതിരെ പ്രമേയത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? മുഹമ്മദ് റഹീസ്, കേൾക്കാമോ? എന്തൊക്കെയാണ് ഈ ബില്ലിനെതിരെ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ? അനുജ, തമിഴ്നാട് നിയമസഭയിൽ ഇപ്പോൾ വഖഫ് ഭേദഗതിക്കെതിരായുള്ള ബില്ല് അതിന്മേലുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. വഖഫ് ഭേദഗതി ബില്ല് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല, ഇത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് കേന്ദ്രം ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു ബില്ലാണിത്. അപ്പോൾ ആ ഒരു ബില്ല് മുസ്ലിം സമുദായത്തെ പ്രത്യേകമായി ബാധിക്കും, അത് അവരെ നെഗറ്റീവായി ബാധിക്കുന്ന ഒരു ബില്ലാണ്. വഖഫ് സ്വത്തുക്കളെയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഈ ബില്ല് പ്രത്യേകമായി ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വിവിധ മുസ്ലിം സംഘടനകളടക്കം സംസാരിച്ചിരുന്നു. തമിഴ്നാട്ടിൽ ഈ ഒരു വഖഫ് JPC യോഗമൊക്കെ ചേർന്നു. അപ്പോൾ കൃത്യമായി സർക്കാർ തങ്ങളുടെ നയം അറിയിച്ചതാണ്. എന്നിട്ടും കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. ജനങ്ങൾ സാഹോദര്യത്തോടെയും മതേതരത്വത്തോടെയും ജീവിക്കുന്ന ഒരു നാടാണ്. അപ്പോൾ അതിന് കളങ്കം വരുന്ന എല്ലാ തീരുമാനങ്ങളിൽ നിന്നും എല്ലാ നീക്കങ്ങളിൽ നിന്നും കേന്ദ്രം പിന്നോട്ട് പോകണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും AIADMKയുടെയും ഒക്കെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവർ NDA ക്യാമ്പിലേക്ക് പോകുന്നു എന്ന സൂചന ഉള്ളപ്പോൾ. അതെ, വഖഫ് ഭേദഗതി ബില്ലിനെതിരെ തമിഴ്നാട് നിയമസഭയിൽ പ്രമേയം.